KMTVയുടെ കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 22ലേക്ക് സ്വാഗതം. ഞാൻ അജയകുമാർ ജി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാട്ടുവരിശകളിലെ അവസാനത്തെ വരിശയാണ്. അപ്പോൾ മുമ്പുള്ളതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഞാൻ നാട്ടുവരിശയുടെ അവസാന വരിശയായിട്ടുള്ള 6ാമത്തെ വരിശയിലേക്ക് പോവുകയാണ്. പതിവ് പോലെ നമ്മൾ റഫറൻസായിട്ട് ഉപയോഗിക്കുന്നത് ശ്രീ സുരേഷ് നാരായണൻ അവർ എഴുതിയ കർണാടക സംഗീതം എന്ന ബുക്കിലെ ആണ് ഈ നാട്ടുവരിശകൾ നമ്മൾ പ്രാക്ടീസിനായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നോടിയായി ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡിലുള്ള ചില എക്സസൈസ് കൂടി ഇന്ന് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ആ ലെസണിലേക്ക് പോകാം. നമ്മുടെ ഈ 5 ഒക്ടീവ് കീബോർഡ് ഉള്ളതിൽ ഏറ്റവും ഇടതു ഭാഗത്തുള്ള ആദ്യത്തെ ഒക്ടീവ്, ഇടത്ത് ഭാഗത്തുള്ള ആദ്യത്തെ ഒക്ടീവാണ് അതിമന്ത്രസ്ഥായി. ഈ ഒക്ടീവ് നിങ്ങൾ സരിഗമപനിസ സനിധാപ്പ മകരിസ എന്നുള്ള എക്സസൈസ് മായാമാളവ ഗൗളരാഗത്തിൽ നിങ്ങൾ വായിച്ച് പഠിക്കണം. സിമിലർലി മന്ത്രസ്ഥായി ഒക്ടീവാണ് ഈ രണ്ടാമത്തെ, ഇടത്ത് നിന്ന് രണ്ടാമതുള്ളത്. അപ്പം ഇങ്ങനെയും കൂടെ വായിച്ച് പഠിക്കണം. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞാണ് നമ്മുടെ മധ്യസ്ഥായി ഒക്ടീവ്. അത് പിന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മന്ത്രസ്ഥായിലും മധ്യസ്ഥായിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാൽ അത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 6ാമത്തെ എക്സസൈസിലേക്ക് ഒന്ന് പോകാം. 1ാമത്തെ ലൈൻ്റെ ഇങ്ങനെയാണ്: സ മ ഗ മ രി ഗ സ രി സ ഗ രി ഗ സ രി ഗ മ. അപ്പം 5 ഫിംഗർ പാറ്റേണിലാണ് പോകേണ്ടത് ചില സ്ഥലങ്ങളിൽ. അല്ലാതെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ. രണ്ടാമത്തെ ലൈൻ രി പ മ പ ഗ മ രി ഗ രി മ ഗ മ രി ഗ മ പ. അപ്പം രി
വരിശ ലൈൻ. ഗ ധ പ ധ മ പ ഗ മ ഗ പ മ പ ഗ മ പ ധ ഗ. നമ്മളിത് വായിക്കുമ്പോൾ മൂന്നാമത്തെ വിരലുകൊണ്ട് വേണം ഗ ധ പ ധ മ പ ഗ മ ഗ പ മ പ ഗ മ പ ധ. നിങ്ങൾ ഇതിന് ഫിംഗർ ചേഞ്ച് കണ്ടോണം. ഇത് ഗ ധ പ ധ മ പ ഗ മ ഗ പ മ പ ഗ. ഇങ്ങനെ കൈ പോകരുത്. അത് ശ്രദ്ധിച്ചോണം. ഗായാണ് വായിക്കേണ്ടത്. അപ്പം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നത്. വീണ്ടും ഇങ്ങനെ പോകണം കൈ. അല്ലാതെ നമ്മൾ ആ മായും കായും വ്യത്യാസപ്പെടുത്തി വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അറിയാതെ മായ പോവും. അങ്ങനെ പോകരുത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഗ ധ പ ധ മ പ ഗ മ ഗ പ മ പ ഗ മ പ ധ. അവിടെ കൈ എടുത്ത് വായിക്കണം. ഇനി നാലാമത്തല്ലേ മ നി ധ നി പ ധ മ പ മ ധ പ ധ മ പ ധ നി. അപ്പം നോക്കാം. മ നി ധ നി പ ധ മ പ മ ധ പ ധ മ പ ധ നി. ഒന്നുകൂടെ മ നി ധ നി പ ധ മ പ മ ധ പ ധ മ പ ധ നി. ഈ രൂപത്തിൽ വായിക്കണം. ഇനി അടുത്തത് പ സ നി സ ധ നി പ ധ പ നി ധ നി പ ധ നി സ. ഒന്നുകൂടെ പ സ നി സ ധ നി പ ധ പ നി ധ നി പ ധ നി സ. അടുത്തത് സ പ ധ പ നി ധ സ നി സ ധ നി ധ സ നി ധ പ സ പ ധ പ നി ധ സ നി സ ധ നി ധ സ നി ധ പ. അത് എളുപ്പമാണ്. വലിയ കുഴപ്പമില്ല. അടുത്ത ലൈൻ നീ മ പ മ ധ പ നീ ധ നീ പ ധ പ നീ ധ പ മ നീ മ പ
ഗ പ മ ദ പ ദ മ പ മ ദ പ മ ഗ ദ ദ ഗ ദ ദ ഗ മ ഗ പ മ ദ പ. അതിനുശേഷം ഗ മ പ മ ദ പ മ ഗ. ഇനി അടുത്തത്, ഈ ഫിംഗർ ഇവിടെ തിരിയുമല്ലോ. പ രി ഗ രി മ ഗ പ മ പ ഗ മ ഗ പ മ ഗ രി. അപ്പം അത് വായിക്കുന്നു നോക്കാം. പ രി ഗ രി മ ഗ പ മ പ ഗ മ ഗ പ മ ഗ രി. ഒന്നുകൂടെ വായിക്കാം നമുക്ക്. പ രി ഗ രി മ ഗ പ മ പ ഗ മ ഗ പ മ ഗ രി. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, ഒരു തവണ നമ്മൾ ഈ ഫിംഗർ മൂവ്മെൻ്റ് ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നോട്ട് കാണുമ്പോൾ ആ ഫിംഗർ കറക്റ്റ് ആ കീയെ തന്നെ പോവും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തെങ്കിലേ പത്തുള്ളൂ. അല്ലാതെ ഇത് കീബോർഡ് വളരെ വിഷമം കുറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റാണ് പൊതുവെ. വെസ്റ്റേണി വായിക്കുമ്പോഴാണ് ഒരു ഇച്ചിരി ഡിഫിക്കൽറ്റി അതിനകത്ത് വരുന്നത്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ലൈനോട് നമുക്ക് നോക്കാം. മ സ രി സ ഗ രി മ ഗ മ രി ഗ രി മ ഗ രി സ. അപ്പോൾ അത് നോക്കാം നമുക്ക്. മ സ രി സ ഗ രി മ രി ഗ രി മ ഗ രി സ. ഒന്നുകൂടെ. മ സ രി സ ഗ രി മ ഗ മ രി ഗ രി മ ഗ രി സ. ഒരു കീ എനിക്ക് അവിടെ തെറ്റി, ഞാൻ ഒന്നുകൂടെ വായിക്കാം. മ സ രി സ ഗ രി മ ഗ മ രി ഗ രി മ ഗ രി സ. ഈ സ്ലോയി വായിക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പലരും പറയുന്നുണ്ട്, സാർ കുറച്ചുകൂടെ സ്ലോ ആയിട്ടൊന്ന് കാണിച്ചു തന്നാൽ. അപ്പം അത് സ്ലോ ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിക്കേണ്ടി വരും നമ്മൾ. സ മ ഗ മ രി ഗ സ രി സ ഗ രി ഗ സ രി ഗ മ. സമയം കൂടുതലും എടുക്കും. അത് തന്നെയല്ല, അത് ഒരു ഓക്വേർഡായിട്ട് വായിക്കുന്ന ഒരു രീതിയാണ്. അപ്പം അത് നമുക്ക് ഏതായാലും വേണ്ട. അപ്പം ആ രൂപത്തിൽ വായിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാനൊന്ന് പറഞ്ഞല്ലോ, ഈ മെട്രോണോം ഈ മെട്രോണോം കൂടെ നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് ഇട്ടിട്ട് വായിച്ച് പഠിക്കുക. അതാ ഇങ്ങനെ. ഇങ്ങനെ ചെയ്യാമെങ്കിൽ
അത് ഇച്ചിരൂടെ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ടൈമിങ് സെറ്റാക്കി കിട്ടും. അതായത് 1 2 3 4 1 2 1 2 ഈ താളത്തിനകത്ത് വായിക്കാമെങ്കിൽ ഇച്ചിരൂടെ നല്ലതായിരിക്കും. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. അതിൻ്റെ താളം ഇടേണ്ടത് അടി 1 2 3 1 2 3 4 1 2 3 1 2 1 2 ഇങ്ങനെയാണ് ഇതിൻ്റെ താളം വരുന്നത്. അപ്പോൾ അത് സ്ലോയിലെടുത്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കാണുന്നവരെല്ലാം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. പിന്നെ ഇതിനൊന്നും വലുതായിട്ട് പഠിക്കാൻ ആളില്ലെന്ന് തോന്നുന്നു. റെസ്പോൺസൊക്കെ വളരെ കുറവാണ്. ഞാൻ ഇത് തന്നെയല്ല, നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിൽ ആൾക്കാരെ വലുതായിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല. കണ്ട് രസിക്കാവുന്ന ചാനലുകളാണ് കൂടുതലും കാണുന്നത്. അതും കാണണം, ഇതും കാണണം. പഠിക്കാനുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ അഭിമാനമല്ലേ അത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കീബോർഡ് 10,000-3000 രൂപ മുതൽ കിട്ടും, ചെറിയ കീബോർഡ്. വായിച്ച് പഠിച്ചാൽ ഒരു പാട്ടിൻ്റെ ഒരു ലൈനെങ്കിലും ഒരുത്തെ വായിക്കാനൊത്താൽ അതൊരു വലിയ ഭാഗ്യമായിരിക്കും. അതുകൊണ്ട് കാണുന്നവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ സപ്തതാള അലങ്കാരങ്ങൾ എന്നുള്ള ഭാഗം കൂടി പഠിക്കുന്നതോടെ ഈ എക്സസൈസിൻ്റെ ചാപ്റ്റർ തീരും. പിന്നെ നമ്മൾ ഗീതങ്ങളിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ അതിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും